പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. വിശുദ്ധിയുടെ നിറവിൽ ക്രൈസ്തവർ ഓശാന തിരുനാൾ ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹയാത്രയുടെ സ്മരണ പുതുക്കി പെസഹായുടെ ത്യാഗവും ദുഃഖവെള്ളിയുടെ സ്വയം സമർപ്പണവും കടന്ന് ഉയർപ്പിന്റെ പ്രത്യാശയിലെത്തുന്നതിന് തുടക്കം കുറിക്കുകയാണ് ഓശാന തിരുനാളിലൂടെ. സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ കുരുത്തോല ആശീർവാദം, പ്രദക്ഷിണം, ദിവ്യബലി എന്നീ ചടങ്ങുകൾ നടന്നു. ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് ക്രിസ്തുദേവൻ എഴുന്നള്ളിയപ്പോൾ ആബാലവൃന്ദം ജനങ്ങൾ ഒലീവില കമ്പുകൾ വീശി ഓശാന പാടി അദ്ദേഹത്തെ വരവേറ്റതിൻ്റെ അനുസ്മരണമാണ് ഓശാന ആഘോഷത്തിലൂടെ നടക്കുന്നത്. രക്ഷകനായ മിശിഹായുടെ എഴുന്നള്ളിപ്പിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് യഹൂദജനം ആർത്തു വിളിച്ചത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥവും ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ്. ഭാരത ക്രൈസ്തവർ ഒലീവിലയ്ക്ക് പകരമായി വെഞ്ചിരിച്ച കുരുത്തോല വീശി തങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന് ഓശാന പാടുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഓശാന പാടിയ സീയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണം. ഓശാന പാടി നിന്നെതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹാ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്ഥലത്തിന്റെയും നാഥായ നീക്കം സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ. ശിശുക്കൾ ഓശാന ഗീതങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. നാമല്ല അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. അവിടുത്തെ ജനവും സ്ഥലത്തെ അറിയണം. ഫോട്ടോ എടുക്കുന്നത് ആടെ തന്നെ കൊടുക്കണത് കൊടുക്കണതാ. വീഡിയോ എടുക്കണ്ട്. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. Madheshwara, Sudhira.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഈശ്വരയും നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ സ്ഥാനാർത്ഥി പര്യടനം കാട്ടൂർ ഇല്ലിക്കാട് സെന്ററിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ അശോക് തൻവർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കൂടിയായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ KK ശോഭനൻ, ആന്റോ പെരുമ്പള്ളി, കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ, കാട്ടൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AP വിൽസൺ, കൺവീനർ ജയ്ഹിന്ദ് രാജൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാർ, ജില്ലാ സെക്രട്ടറി അംബുജം രാജൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമഠം, ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം വിനീഷ് സുകുമാരൻ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിയത്താഴത്ത്, ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് കാട്ടൂർ എന്നിവർ പ്രസംഗിച്ചു. ഈ സ്ഥാനാർത്ഥി പര്യടനം തീരുന്നതോടുകൂടി ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ച് വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ പ്രക്രിയയുടെ പൂർത്തീകരണത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ തോമസ് ഉണ്ണിയാടന്റെ വിജയം നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. Thomas ji, Jackson ji, all our UDF leadership. So I could not stop myself. That's why I am here, and because I have to catch flight. So I just convey my best wishes that you are starting this yatra, and we hope that all of us together will form the new government and overthrow the anti-people policies and this government which is ruling the state of Kerala for last 10 years. I wish it's a very pleasant coincidence that I met Thomas ji, Jackson ji and the whole team. I came the other day. Our district president is a close friend of mine. We were colleague. Youth Congress. So അടുത്തതായി ബൂത്ത് പ്രസിഡന്റ് 16ാം ബൂത്ത് പ്രസിഡന്റ് സുരേഷിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സലീം ഇടക്കാട്ടുപറമ്പിൽ, അടുത്തത് സ്മിത മനോജ്, ശ്രീ സദാനന്ദൻ, ശ്രീ കബീർ, ശ്രീ ബദറുദ്ദീൻ, ബദറുദ്ദീൻ, 12ാം ബൂത്ത് പ്രസിഡന്റ് ശ്രീ ആന്റോ പെരുവിള, ശ്രീ ഷമീർ, ശ്രീ ബഷീർ, ശ്രീ ലിജു ചാലിശ്ശേരി. ഇന്ന് ഇവിടെ ഈ ഐശ്വര്യകരമാകുന്ന നമ്മുടെ ഇല്ലിക്കാട് ജംഗ്ഷനിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ സൂചിപ്പിച്ചു. ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 15 വർഷ കാലഘട്ടം അതിനുശേഷവും നമ്മൾ ഒരുമിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോയ ആളുകളാണ്. ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയുണ്ടായി. മറ്റ് ജനജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും അപരിചിതനല്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. വർഷങ്ങളായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്നേഹബന്ധം അത് വലിയ ഹൃദയബന്ധമായി മാറിയിട്ടുണ്ട്. എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അവിടെ ഒന്നും രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ സമ്പന്നതയുടെയോ
സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെയോ ഒന്നും നമ്മൾ ഒരു തരത്തിലുള്ള രീതിയും അവലംബിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. കാട്ടൂർ മാവും വളവിൽ നിന്നും ആരംഭിച്ച രണ്ടാം ദിനത്തിലെ പര്യടനം വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കിഴുത്താണിയിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P. മണി, സെക്രട്ടറി ഉല്ലാസ് കളക്കാട്, CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KR വിജയ, R. ശ്രീലാൽ, കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ആന്റണി, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, AV അജയൻ, KK ശിവൻ, റഷീദ് കാറളം, മിഥുൻ പോട്ടക്കാരൻ, ശരത് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുകാരി, നമ്മുടെ സ്വന്തം ടീച്ചർ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നിങ്ങളേവരെയും നേരിൽ കാണാൻ വോട്ടഭ്യർത്ഥിക്കുവാൻ കടന്നു വരികയാണ്. നമ്മുടെ സ്വന്തം ബിന്ദു ടീച്ചർ, ഇരിങ്ങാലക്കുടയുടെ വികസന നായിക സഖാവ് ഡോക്ടർ ആർ ബിന്ദു ഇതാ ഇതുവഴി കടന്നു വരികയാണ്. അഭിവാദ്യം ചെയ്യുക, അണിനിരക്കുക. വീടില്ലാത്തവന് വീട് പണിതു കൊടുത്തിട്ടുള്ള ചരിത്രമെന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് ബിന്ദു ടീച്ചർക്ക് സ്നേഹോഷ്മളമായ സ്വീകരണത്തിനും നന്ദി. പ്രിയമുള്ള സഖാക്കളെ, ഊഷ്മളമായ സ്വീകരണത്തിന് പിന്തുണ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. സഹോദരന്മാരെ, ഇതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കുറിച്ചും ഇടതുപക്ഷ ജന പേരൊന്നും വിളിക്കില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ചുമതല നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അകമഴിഞ്ഞ പിന്തുണയുമായി എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 5 വർഷക്കാലം മുൻപ് ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തോട് 100% കൂറു പുലർത്തിക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസന മുന്നേറ്റം ഉറപ്പാക്കാൻ കഠിന പരിശ്രമം തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. 50 വർഷത്തിലേറെ കാലമായി മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങളുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം പ്രാവർത്തികമായത് ഈ സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി കരുതുകയാണ്. 52 കോടി രൂപ ചെലവിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഭൂമി ഏറ്റെടുത്ത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ മുഖശോഭ വർദ്ധിക്കുന്ന തരത്തിൽ, വിസ്താരം വർദ്ധിക്കുന്ന തരത്തിൽ ഒരു ആധുനിക ജംഗ്ഷനായി അത് മാറിയിരിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയുടെ മുഖഛായ തന്നെ മാറ്റുന്ന തരത്തിൽ ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ
സഫലീകരിക്കാനായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാട്ടുങ്ങച്ചിറ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് സുരേഷ് പാവറട്ടി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി, TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഭാസി, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP പോളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MR ഷാജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശരത് ദാസ്, മുനിസിപ്പൽ കൗൺസിലർ ജോഫി ബോസ്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി റൈഹാൻ ഷഹീർ എന്നിവർ പങ്കെടുത്തു. വൈകും തോറും കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവല്ല, കൂടുതൽ മനുഷ്യനാണ്. അന്നും എൻകറേജ്, ഇപ്പൊ ഇവിടെ പറഞ്ഞ വാക്കുകളൊക്കെ ഇച്ചിരി എന്നെ പറ്റി പൊക്കി പറഞ്ഞത് പുള്ളി ഒരു ഇഷ്ടത്തിന്റെയാണ്. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം വെച്ച് പുലർത്തുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇരിഞ്ഞാലക്കുട ഇത്തവണ UDF തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. അത് അദ്ദേഹത്തോട് എന്ത് ചേട്ടാ തിരിച്ചു പിടിക്കൂല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളോട് അന്നൊന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഇദ്ദേഹവും ഇവിടെയുള്ള ഇപ്പോഴത്തെ MLAയും തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇന്ന് തൃത്താലയിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് കേരളത്തിലെ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇവിടെ ജയിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ ജയിച്ചാൽ കേരളം ജയിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം ആർക്കും വേണ്ട. ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഇന്ന് പിടിക്കണം. ഞാൻ ഒറ്റ വാക്ക് ചോദിക്കുക, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അതിൻ്റെ കോലം ഇപ്പോൾ എന്താണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ പോരാതെ വരും, അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇനി ഇരിങ്ങാലക്കുട വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആലോചിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് ആരുടെ കാലത്ത് ഇവിടെ വന്നു എന്ന് ആലോചിച്ചാൽ സത്യസന്ധമായും നിഷ്പക്ഷമായും വിലയിരുത്തുന്ന ഒരാൾക്ക് ആദ്യം പറയാനുള്ള ഉത്തരം തോമസ് ഉണ്ണിയാടൻ എന്നായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം നമുക്ക് ഇത്തവണ എടുക്കാം. ഈ ഓട്ടോ ഇത്തവണ ഇരിങ്ങാലക്കുടയിൽ നിൽക്കില്ല, അത് അങ്ങ് തിരുവനന്തപുരത്ത് എത്തുമെന്നുള്ളത് ഒരു ഉറച്ച തീരുമാനമായിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം. നാടിന്റെ ആവശ്യമാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA ഇരിങ്ങാലക്കുട ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സുധീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ്, ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ വിദ്യ KV, KK താജുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ഉപജില്ലാ സെക്രട്ടറി KR സത്യപാലൻ സ്വാഗതവും ട്രഷറർ ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും അധികം മെമ്പർഷിപ്പുള്ള നമ്മുടെ സംഘടന ഇപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തുടക്കത്തിലെ പറയാനുള്ളത്. സംഘടന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ്. നമുക്കറിയാം, കുട്ടിക്കൊരു വീട് പോലെയുള്ള പദ്ധതികൾ നമ്മൾ എല്ലാ സബ് ജില്ലകളിലും നടത്തി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് തന്നെ കായിക താരത്തിനുള്ള വീട് അതും ഏറ്റെടുത്ത് സംഘടന നടത്തി. അപ്പോൾ ഇതുപോലെ ഒരു സംഘടനയ്ക്ക് ശക്തി പകരുന്നത് നമ്മുടെ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഇതുപോലെയുള്ള ഒരു സർക്കാരില്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 10 വർഷം 2 തുടർ ഭരണങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ രണ്ടാം ഘട്ടത്തിലുള്ള ഭരണം നമുക്ക് സഹായകമാണ്. ഇനിയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ സർക്കാർ ഏറ്റെടുത്ത് വരികയാണ്. വയനാട് തുരങ്കപാത പോലെയുള്ള നമുക്കറിയാം, ഒരുപാട് കുതിരാനിലെ തുരങ്കത്തിനൊക്കെ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ വയനാട് തുരങ്കപാതയ്ക്കൊക്കെ ഒരുപാട് വർഷങ്ങൾ ഇനിയും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നടപ്പിലാവണമെങ്കിൽ ഈ സർക്കാരിനൊരു തുടർഭരണം ഉണ്ടായിരിക്കണം.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.